തളർത്താൻ 1000 പേരുണ്ടാവും, പക്ഷെ താങ്ങി നിർത്താൻ ആരും ഉണ്ടാവില്ല എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരിയും തെറ്റുകാരിയുമായി മാറിയൊരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അന്ന് കൂടെ നിന്ന ആൾക്കാരൊക്കെ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, കല്ലെറിഞ്ഞു, എന്താ പറയുക, കപടഭക്ത വരെ ആക്കി എന്നെ. പക്ഷെ അന്നൊന്നും ഞാൻ തളർന്നില്ല കേട്ടോ. ഇതൊക്കെ ആക്കി തീർത്തത് എന്തിനാണെന്നറിയോ? ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനാൽ നിങ്ങളാരും എന്നെ വെറുതെ സഹായിക്കണ്ട എന്നും എനിക്ക് ഫോട്ടോയുടെ ഓർഡർ തന്ന് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലൂടെ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കണമെന്നായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അന്ന് തൊട്ടിട്ടതേ എന്നെ സമൂഹം വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടത്തി കൊണ്ടുപോയി. ഒരുപാട് ഞാൻ അനുഭവിച്ചു. കണ്ണൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇത്രമേൽ പരീക്ഷണം എന്ന് വരെ പറഞ്ഞു. ഒക്കെ പുറത്തു, ക്ഷമിച്ചു. കൂടെ ഉണ്ടാവും കണ്ണൻ എന്നുള്ള വിശ്വാസത്തിൽ നിന്നു. ഇന്ന് ഞാൻ എൻ്റെ ആ സ്വപ്നം സാധിപ്പിച്ചെടുത്തു. എൻ്റെ മാതാപിതാക്കൾ അവരിന്ന് പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. അതിന് കാരണമായത് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ മാത്രം കണ്ണൻ. അപ്പം നിങ്ങൾ ചോദിക്കും, എൻ്റെ മാത്രമാണോ കണ്ണൻ? അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. കണ്ണൻ്റെ പേരിൽ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലം തൊട്ടിട്ടേ എന്ന് പറയാം. മുതിർന്നപ്പോഴും അങ്ങനെ തന്നെ. പലരുടെ മുമ്പെന്നും പല അധിക്ഷേപങ്ങളും കേട്ട് പലരും എന്താ പറയുക, കുടുംബത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം സമൂഹം വരെ പറഞ്ഞു അവളൊരു കപടഭക്തയാണ്, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ വന്നത്. എന്നാൽ ഞാൻ ഇന്ന് പറയുന്നു, എൻ്റെ കണ്ണൻ എന്നോടൊപ്പം ഉണ്ട്. എൻ്റെ ആഗ്രഹം ഒരുപാടൊന്നും ചോദിച്ചിട്ടില്ല, ചോദിച്ചതൊക്കെ കണ്ണൻ എനിക്ക് സാധിപ്പിച്ചു തന്നു. ഇന്ന് എൻ്റെ ഉമ്മയും വാപ്പയും പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് കണ്ണനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. കാരണം നിങ്ങൾ ചോദിക്കും, അപ്പം നിങ്ങൾക്ക് കണ്ണനാണോ വീട് വെച്ച് തന്നത്? അതെ, എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീട് തന്നെ വെച്ച് തരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനത്തെ ഒരു വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ താമസിച്ചാൽ അവർക്കൊരിക്കലും സന്തോഷം കിട്ടില്ല. നേരെ മറിച്ച് ഞാൻ നയിച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ആ സുഖവും സന്തോഷവും അത് വേറെ ഒന്ന് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോക്ക് ഓർഡർ തന്നാൽ മതി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം ഇത്രയും എന്താ പറയുക, ഈ ഒരു വീട് പൂർത്തീകരിക്കാൻ ഫുൾ എനിക്ക് ഓർഡർ കിട്ടിയത് കൊണ്ട് മാത്രമാണ്, കണ്ണൻ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കളെ പുറത്താക്കി വാതിലടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കാൻ അതും കണ്ണൻ കൂടെ നിന്നപ്പോൾ അഭിമാനമായിട്ട് തോന്നുന്നു, സന്തോഷം തോന്നുന്നു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയാൻ തോന്നുന്നു. അതുകൊണ്ട് ആദ്യം നന്ദി പറയുന്നത് എൻ്റെ കണ്ണനോടാണ്. കൂടെ ഓർഡർ തന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരോടും. അതേപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരോടും. കൂടെ സ്പെഷ്യലായിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ, എന്നെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ആൾക്കാരോടാണ്. കാരണം എനിക്ക് 1000 മിത്രങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. ഒരേ ഒരു ശത്രു മതി. ആ ശത്രുവാണ് നമ്മുടെ പവർ. ആ ശത്രുവിനോടുള്ള ദേഷ്യം കൊണ്ട്, അല്ലെ ആ ശത്രുവിനോട് മുമ്പിൽ തോറ്റു കൊടുക്കരുത് എന്ന് കരുതിയിട്ട് നമ്മൾ എത്തിപ്പിടിക്കും എവിടെയും. അങ്ങനെ ആയിരിക്കും ഓരോ മനുഷ്യനും. പിന്നെ വീടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. കാരണം പണിയൊന്നും പൂർത്തീകരിച്ചിട്ടുണ്ട്, അവർക്ക് താമസിക്കാൻ തക്കത്തോണമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ചെറിയ കുഞ്ഞു പണികളോട് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ട് തരാം. അപ്പം ഹൗസ് വാമിങ് ഒഫീഷ്യലായിട്ട് വരുന്നത് ജൂൺ 1-ാം തീയതിയാണ്. ഇന്ന് പുലർച്ചെ സുബഹി നിസ്കാരത്തോടൊപ്പം ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി പാല് കാച്ചിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പുതിയൊരു തുടക്കവും കൂടിയാണ്. ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നല്ല പറയണ്ടേ, പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷണത്തിലൂടെയൊക്കെ ഞാൻ പോയ സമയത്ത് ഓരോ വ്യക്തികളും വിളിച്ചു പറഞ്ഞു അവൾ കപടഭക്തയാണ്, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയെന്ന്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, എന്നെ ഒരുപാട് കളിയാക്കിയ ഒരു വ്യക്തിയുണ്ട്. ഞാൻ 9-ാം ക്ലാസ്സുകാരിയാണ്.
ആദ്യം നീ വിദ്യാഭ്യാസം കൊണ്ടുപോവാ, അല്ലെ 9 പഠിച്ചെഴുതിയിട്ട് വാ, അല്ലെ 10ാം ക്ലാസ് പഠിച്ചെഴുതിയിട്ട് വാ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ലസിത പാലക്കൽ. അവർ കൂടിയുള്ള മറുപടിയാണിത്. 9ാം ക്ലാസ്സുകാരിയാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത് അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ. അവരിന്ന് അവരുടെ സ്വപ്നം പൂവണിഞ്ഞു, അതിനെനിക്ക് പറ്റി. അത് 9ാം ക്ലാസ്സുകാരിയാണെങ്കിൽ പോലും ദൈവം മാത്രം കൂടെ നിന്നാൽ മതി. ആരൊക്കെ കല്ലെറിഞ്ഞോട്ടെ, ആരൊക്കെ കുറ്റപ്പെടുത്തിക്കോട്ടെ, പക്ഷെ ഈശ്വരൻ, അവൻ ഒരാൾ മതി താങ്ങി പിടിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എന്താ പറയുക, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കൂടെ നിന്ന് എല്ലാവരോടും നന്ദിയുണ്ട്. വീടിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് 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 നന്ദി ഒരിക്കൽ കൂടി. മേശ എടുത്തിട്ടാല് അളിയനോട് വരാറിട്ടതാത്തെ. അളിയനും കാക്കയൊക്കെ ചായ ചോദിക്കുന്ന പോലെ വലിക്കുമല്ലോ. കുറച്ചു നേരം ഇവിടുന്ന് നിശബ്ദരായിരിക്കൂ. വീഡിയോ എടുക്കുക. അങ്ങനെ നമ്മുടെ വീട് പാചകത്തിന് കഴിഞ്ഞു. കുറച്ച്